നമസ്കാരം. നമസ്കാരം. നിങ്ങൾ പിന്നെ പ്രോപ്പർട്ടി ഡീലേഴ്സാണ്. എന്താ നിങ്ങളുടെ ബ്രോക്കറിങ്, എന്താണ് പരിപാടി നിങ്ങളുടെ? നമ്മൾ പ്രൊഫഷണൽ പ്രോപ്പർട്ടി കൺസൾട്ടൻസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പൈസയുണ്ട്, നിങ്ങൾക്ക് അത് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിട്ടേൺസും ഏറ്റവും നല്ല പ്രോപ്പർട്ടിയും ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടേൺസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, അതിന് നിങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നു. നമ്മൾ റിട്ടേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി മേടിക്കാം, അതിൻ്റെ റെൻ്റൽ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യും. രണ്ട്, നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെപ്യൂട്ടഡ് ബിൽഡേഴ്സിൻ്റെ ശോഭ, ഡെമാർക്ക്, വിങ്കാട്ടി, MR എന്നിവരുടെ പ്രോപ്പർട്ടീസൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നല്ല ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഡീൽ ചെയ്യുന്നത്. അതെ, ഗ്യാരണ്ടീഡ് ആയിട്ട്. കാരണം നമ്മൾ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്റ്റഡ് ആവണം, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആവണം. അത് മാത്രമല്ല, മലയാളികൾ വാങ്ങിക്കുമ്പോൾ 99 വർഷത്തേക്കാണ് വാങ്ങിക്കുന്നത്. അതെ അതെ. മാത്രമല്ല നമുക്ക് അതിലെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ബേസിസിൽ എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ഗോയിങ് പ്രൊജക്റ്റാണ്. നമ്മൾ സെമി ഫിനിഷ്ഡ് മേടിക്കുമ്പോൾ അവിടെ അപ്രിസിയേഷൻ വരുന്നത് ബേസിക്കലി ഒരു 30 to 40% ആണ് അത് ഫിനിഷ് ചെയ്യുമ്പോൾ. അതും ഒരാൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡൻ വിസയുടെ ഗോൾഡൻ വിസ കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഇത് അപ്രിഷിയേറ്റ് ചെയ്യാവുന്ന, നമ്മളൊരു എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയും പ്രൊഫഷണലായിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ 1-1.5 കൊല്ലം കൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്ത് ആ പ്രോപ്പർട്ടി വാല്യൂ കൂട്ടാം, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ അവർക്ക് പിച്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മലയാളികൾക്ക് ഒരു 2 ബെഡ്റൂമിൻ്റെ ഒരു വില്ലയോ ഫ്ലാറ്റോ വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര വിലയാകാൻ സാധ്യതയുണ്ട്? നമുക്ക് ഇപ്പോൾ അവിടെ ഇന്ത്യൻ മണിയിൽ പറയണം, അന്നേരം നമുക്ക് ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. നമുക്കൊരു 75 ലക്ഷം രൂപ, 75-85 ലക്ഷം രൂപ മുതൽ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. ആണല്ലേ? അതെ. സാധാരണ നമ്മുടെ നാട്ടിലൊരു വീട് പണിയണമെങ്കിൽ 85 ലക്ഷം രൂപ ആവുമല്ലോ ഇപ്പോൾ. അതെ. മാത്രമല്ല നമ്മൾ നാട്ടിൽ 85 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് മേടിച്ച് അത് വാടകയ്ക്ക് കൊടുത്ത് നമുക്ക് അതിൽ നിന്നുള്ള റിട്ടേൺ വരുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ആണ് ദുബായിൽ നിന്ന് നമുക്ക്. ഇത് ഇൻക്ലൂഡിങ് ഗോൾഡൻ വിസയാണോ? അല്ല, നമുക്ക് ഗോൾഡൻ വിസ കിട്ടണമെങ്കിൽ 2 മില്യൺ ദിർഹംസിൻ്റെ മുകളിൽ പ്രോപ്പർട്ടി മേടിക്കണം. ഇതിപ്പോൾ നമുക്ക് 99 വർഷത്തേക്ക് കിട്ടത്തില്ല. അത് പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ടിരിക്കും. നമുക്ക് 2 മില്യൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ഗോൾഡൻ വിസയാണ് ഇതാവുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ ഇത് റിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അല്ല, നമ്മൾ ഈ ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് 99 വർഷം അവിടെ പോകാനുള്ള അനുവാദം, പെർമിഷൻ ഉണ്ട്. അതെ. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവലിംഗ് വളരെ ഈസിയാണ്. നമുക്ക് ഗോൾഡൻ വിസയുടെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടൂറിസ്റ്റ് വിസ എടുത്ത് പോകേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്ത് നമ്മൾ ദുബായ് പൗരൻ ആയ പോലെയാണ്. അതെ. ശരിയായിട്ടും മലയാളികൾ ധാരാളം ഇത് വാങ്ങിക്കുന്നുണ്ടോ? ഇപ്പം ഒരുപാട് പേര് നാട്ടിൽ നിന്ന് മേടിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന മലയാളികളും നാട്ടിലേക്ക് വരാതെ ഇപ്പോൾ അവിടെയാണ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു വീട് പണിഞ്ഞിട്ടിട്ട് അത് പൂട്ടിയിട്ടിട്ടാണ് അവിടെ പോയി വാടകയ്ക്ക് താമസിക്കുന്നത്. അതെ അല്ലേ? മലയാളിക്ക് അങ്ങനെ ഒരു ഗതിയാണുണ്ട്. അതെ. ഇവിടെ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി 1 കോടി 2 കോടി രൂപ ചിലവാക്കി ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് അത് താമസിക്കാതെ ദുബായി പോയിട്ട് മലയാളികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കോടി രൂപയൊക്കെ ചിലവാക്കി ഒരു വീടുണ്ടാക്കും. അതെ. വീടുണ്ടാക്കിയിട്ട് അത് പൂട്ടിയിട്ടിട്ട് അത് കാട് പിടിച്ച് കിടക്കുമായിരിക്കും. എന്നിട്ട് അവരവിടെ പോയിട്ട് വലിയ വാടകയ്ക്ക് 1 ലക്ഷം രൂപയൊക്കെ വാടക കൊടുത്ത് താമസിക്കും. ഇപ്പോൾ സാർ വാടകയുടെ കേസ് പറഞ്ഞാൽ കൊണ്ട് ഞാൻ വേറൊരു ഫാക്ടറും കൂടെ പറയാം. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്, ഇപ്പോൾ അവിടുത്തെ വാടക കൊടുക്കുന്ന ഇതിലേലും നല്ലത് നമ്മൾ സ്വന്തം അപ്പാർട്ട്മെൻറ്റ് മേടിച്ചിട്ട് അതിലേക്ക് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്കത് പോരാൻ നേരത്ത് വിൽക്കാനുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ റെൻ്റൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, അത് റീറെൻറ്റ് ചെയ്യാൻ, അത് വിൽക്കാൻ എല്ലാം നമ്മൾ സഹായിക്കുന്നുണ്ട്. മണി മാനേജ്മെൻറ്റ് അവരുടെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. വിസ പ്രോസസ്സിങ്, ഗോൾഡൻ വിസ പ്രോസസ്സിങ് എല്ലാം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക സർവീസ് ചാർജ് ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഓരോന്നിൻ്റെതായിട്ടുള്ള ചാർജസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലാവരും ആലോചിക്കും നമുക്ക് ഇത്ര കോടി രൂപ ഒന്നിച്ചുണ്ടെങ്കിലേ അവിടെ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അല്ല, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25% നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കിട്ടുക. ശരി. പിന്നെ ബാക്കി ഇൻസ്റ്റാൾമെൻറ്റ്, ആ ലോണൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതെ. നമ്മൾ പാർട്ട്ണർഷിപ്സിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള ഫൈനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ശരി. പിന്നെ ഇത് നിങ്ങൾ ദുബായ് മാത്രമേ ഉള്ളൂ, അതോ ബഹ്റൈൻ, ഖത്തർ അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇല്ല, നമ്മളിപ്പോൾ എൻ്റെ UAE മാത്രമാണ് ചെയ്യുന്നത്. ഈ UAE കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുന്നു ഈ കാര്യങ്ങൾ. അതെ, ലോസ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ സൗദിയും ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയും ആലോചിക്കാം. അപ്പോൾ ഞാനൊരു പ്രവാസിയായിരുന്നതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ വാടകയും
ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, ഈ പൈസ എല്ലാം നമ്മുടെ നാട്ടിലേക്ക് വിടുകയാണ്. നാട്ടിലേക്ക് വിട്ടത് FD ഇടുമ്പോഴത്തേക്ക് ഇവിടെ ഇൻട്രസ്റ്റ് കൊടുത്ത് മുടിയുവാണ്. അതെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇത് ശരിയായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്യുകയും 10-20 വർഷം അല്ലെങ്കിൽ 25 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് അത് ആർക്കെങ്കിലും കൊടുത്തിട്ട് നാട്ടിൽ വന്നാൽ അതിനെക്കാട്ട് നല്ലൊരു വീട് വെക്കാം. നമ്മുടെ ചിന്താഗതികൾ നമ്മൾ കാലം കഴിയുന്തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിൽ ജീവിച്ച ഒരാൾക്ക് നമുക്ക് തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഒരു തലമുറക്ക് തിരിച്ച് നാട്ടിൽ വന്ന് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മുടെ പിള്ളേർ അവിടെ ജനിച്ച് വളർന്ന പിള്ളേർക്കാണെങ്കിൽ അവിടെ നിന്നാൽ മതി. ഇപ്പോൾ അമേരിക്കയിൽ ജനിച്ച് വളർന്ന പിള്ളേർക്ക് അവിടെ നിന്നാൽ മതി എന്നുള്ള പോലെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ചെയ്യുന്നത് 25 വർഷം കഴിഞ്ഞ് വിൽക്കണം തോന്നിയാൽ വിൽക്കാൻ പറ്റും, വിൽക്കാം സുഖമായിട്ട്. അങ്ങനെ വാങ്ങിക്കാൻ ആളെ കിട്ടുമോ? അത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഈസ് എ ഗ്ലോബൽ മാർക്കറ്റ്. ദുബായിലേക്ക് വരുന്ന ഇമിഗ്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അധികമാണ്. നമ്മുടെ കേരളം മാത്രമല്ല, there is lot of യൂറോപ്യൻസ് ഉണ്ട് ദുബായിലേക്ക്, പിന്നെ ഫിലിപ്പൈൻസ് ഉണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്. എല്ലാ നാഷണാലിറ്റീസിലെയും ആൾക്കാർ ദുബായിലേക്കാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന കൺട്രി വർഷാവർഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രോപ്പർട്ടി വാല്യൂ ഒരിക്കലും താഴത്തേക്ക് പോകത്തില്ല. നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നോക്കി സംസാരിച്ചു, ഇന്നിത് വേണം, നമ്മളത് അടുത്ത ആഴ്ച ചെന്ന് ക്ലോസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് ആ പ്രോപ്പർട്ടി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള സെയിലാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ശോഭ പോലുള്ള കമ്പനികൾ അവിടെ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെ, പെട്ടെന്ന് ചൂടപ്പം പോലെ വിറ്റ് പോകാന്ന് പറയും. അതെ, നല്ല പ്രോപ്പർട്ടി, നല്ല വാല്യൂ ആഡഡ് പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിലും നന്നായി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുപോലത്തെ റെപ്യൂട്ടഡ് ബിൽഡേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ കേരളത്തിലെ മാർക്കറ്റിംഗ് ആണ്? അതെ, ഞാൻ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഇവിടെ വെസ്റ്റേൺ കൺട്രീസിൽ പോയിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. വെസ്റ്റിലുള്ളവർക്ക് UAE ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. പേരെന്താണെന്ന് പറയാം? എൻ്റെ പേര് നിഷാദ് നാസർ. വീട് എവിടെയാണ്? എൻ്റെ സ്വദേശം വരുന്നത് ആലുവയാണ്. അപ്പം നമ്മൾ ഇപ്പം നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ പ്രവാസികൾ ധാരാളം നമുക്കുണ്ട്. ഇവരെല്ലാം പോയിട്ട് അവിടുന്ന് പണം കൊണ്ടുവന്ന് വലിയ വീടുണ്ടാക്കി കാട് പിടിച്ച് ആ വീട് കിടക്കുകയാണ്. അത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനും മനസ്സില്ല, കാരണം നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത വീടായിരിക്കും. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കെല്ലാം പൂത്ത് നാശമായി കിടക്കും. പക്ഷേ ശരിയായിട്ടും ഇവർ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത്, പ്രവാസികളായുള്ളവർ 85 ലക്ഷം രൂപ തൊട്ട് അവരുടെ കയ്യിൽ ഫ്ലാറ്റുകൾ അവൈലബിളാണ്. നമ്മൾ ഫ്ലാറ്റിനകത്ത് റെൻറ്റ് കൊടുക്കേണ്ട, ഈ റെൻറ്റ് നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഉള്ള കാലം സ്വന്തം വില്ലയിൽ താമസിക്കുകയും ചെയ്യാം. കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പോയി വരാനുള്ള ട്രാവലിങ്, അതിനുള്ള വിസ ഉള്ള കുറച്ചുകൂടെ സൗകര്യപ്രദമാണ്, ഫ്ലെക്സിബിളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രവാസികൾക്ക് തീർച്ചയായിട്ടും വൈറ്റ് ബ്രിക്സ്, അതായത് വെള്ള ഇഷ്ടിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും, അതൊക്കെ ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം മലയാളികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.